എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് എന്താ ദിവസം? ഇന്നാണ് ചിങ്ങം 1. അപ്പം എല്ലാ മലയാളികൾക്കും മാത്രമല്ല എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവത്സരാശംസകൾ. എല്ലാവർക്കും ഒരു നല്ല വർഷം ഞാൻ ആശംസിക്കുന്നു. സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വർഷമായിരിക്കട്ടെ. എല്ലാവരും സാധാരണ ചിങ്ങമാസം തുടങ്ങുമ്പോൾ തന്നെ പൂ വറക്കലും ഒരുപാട് ഇപ്പോൾ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ബിസി ആയിരിക്കും അല്ലേ? ഈ വർഷം ഞാൻ നാട്ടിലുണ്ട് ഓണത്തിന്. എന്തായാലും ഒരു നല്ല ഓണം കൂടായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? സിമ്പിളായിട്ടുള്ളൊരു സംഭവം, നമ്മുടെ തൃശ്ശൂർ സ്പെഷ്യൽ വെള്ള കരുനാരങ്ങ അച്ചാർ. ഞങ്ങളതിനെ വടുകപ്പുളി എന്നാണ് പറയുക, വടുകപ്പുളി നാരങ്ങ എന്ന് പറയാം, ചിലവർ അതിനെ കരുനാരങ്ങ എന്ന് പറയും. എന്താണെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാറാണ്. നമ്മുടെ തൃശ്ശൂർ മാത്രം ഞാൻ ഇങ്ങനെ വെള്ളച്ചാർ കണ്ടിട്ടുള്ളൂ, വേറെ സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാർ എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വടുകപ്പുളി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതായത് കരുനാരങ്ങ അച്ചാർ, ഞങ്ങൾ വടുകപ്പുളി എന്ന് പറയാം. ഇത് വളരെ എളുപ്പത്തിൽ, ഇതിപ്പോൾ അച്ചാറിന് വെള്ളച്ചാറ് നമ്മൾ പറയാം, അച്ചാറിന് പറയാൻ പറ്റുന്ന പോലെ അറിയില്ല. ഉപ്പിലിടുന്ന പരിപാടി തന്നെ. ഇതിന് മുമ്പ് ഇട്ടുണ്ടായിരുന്ന കാന്താരി മുളക് അതുപോലെയൊക്കെ തന്നെയാണിത്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ നല്ലൊരു മണം ഉണ്ടല്ലോ. ഓണക്കാലത്തിൻ്റെ ഒരു വരവറിയിക്കുന്നതാണ്. നമ്മൾ കരുനാരങ്ങ കടയിൽ കണ്ടു കഴിഞ്ഞാൽ ഓണം ആയെന്നാണ് അതിൻ്റെ മീനിങ്. ഈ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു കരുനാരങ്ങയാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരെണ്ണം ഞാൻ അരിഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരിയാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തൊലി എത്തണം. അപ്പോൾ തൊലി എന്ന് പറയുന്നത് ചിലവർ കണ്ടിട്ടുണ്ട് തൊലി ചെത്താണ്ട് തന്നെ ഇടുന്നത്. പക്ഷേ നമ്മളൊക്കെ തൊലി എത്തിയിട്ടാണ് ഇടാറ്. പക്ഷേ ഈ വൈറ്റ് പാർട്ട് മുഴുവനും കളയാൻ പാടില്ല. വൈറ്റ് ഭാഗം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും. അതുകൊണ്ട് ഈ മഞ്ഞ ഭാഗം മാത്രം, അതെല്ലാവരും ചോദിക്കും കയ്പ്പ് ഉണ്ടാവുമോ എന്ന് ചോദിക്കും. പക്ഷേ ഈ നമ്മൾ വിനീഗറിലിട്ട് വയ്ക്കുമ്പോൾ ഒരുപാട് കയ്പൊന്നും തോന്നില്ല. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ചെറിയൊരു കനപ്പും പുളിയും ഉപ്പും കൂടി എരിവും കൂടി കലർന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പോലും എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണത്. അത് അച്ചാറിൻ്റെ മണം തന്നെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ണാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ തൊലി മേലെ ഈ യെല്ലോ കളർ മാത്രം ഒന്ന് ചെത്തി കളയട്ടെ. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേ തൊലി ഇതിൻ്റെ ചെത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസായിട്ട് മുറിക്കണം. അതിനുള്ളിലത്തെ കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ മിഡിലത്തെ ഈ വൈറ്റ് പോർഷൻസ് ഒന്ന് കളയാം. അപ്പോൾ അതോടുകൂടി അത് കളയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുരുവും പൊക്കോളും. നമുക്ക് കുരു റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ കുരു ഞാനൊന്ന് റിമൂവ് ചെയ്യട്ടെ കേട്ടോ. ഇതിനെ ഇങ്ങനെ നടുവിൽ കൂടെ കയറിയിട്ട് 2 കഷ്ണമാക്കുക. ഓക്കെ, എന്നിട്ട് മുറിച്ചെടുക്കുക ഈ ഒരു അളവിൽ കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു നാരങ്ങ മുഴുവനും ഞാൻ മുറിക്കട്ടെ. അതിന് ശേഷം ബാക്കി പ്രൊസീജിയർ കാണിക്കാം. ഇപ്പോൾ ഞാൻ ഒരു നാരങ്ങ മൊത്തത്തിൽ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെള്ളമുളകാണ്. എപ്പോഴും ഈ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും വെള്ളമുളകാണ് ഉപയോഗിക്കാറ്. അതേപോലെ തന്നെ ഞാൻ പണ്ട് കാണിച്ചിരുന്നില്ലേ, നമ്മുടെ ഇഞ്ചിമ്പുളി ഉണ്ടാക്കിയപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളമുളകാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോഴാണ് അതിൻ്റെ വെള്ളമുളകിൻ്റെ മണവും ഈ കരുനാരങ്ങയുടെ സ്മെല്ലും കൂടെ കൂടുമ്പോഴാണ് അതിൻ്റെ തനതായ ഒരു രുചി കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് വെള്ളമുളക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് യൂസ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. എന്നാലും കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, വെള്ളമുളക്. ഇപ്പോൾ വെള്ളമുളകിൻ്റെ എണ്ണ നമ്മുടെ എത്ര നാരങ്ങൻ്റെ അതിനനുസരിച്ച് മാറ്റം വരുത്തപ്പോൾ ഞാനിതിലേക്കൊരു 10 മുളകാണ് ഇടാൻ പോകുന്നത്. എരിവ് വേണം ഇതിലേക്ക്, എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിന് അധികം എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ട് ഒരു 10 മുളക് ഇടാം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നെടുകെ കീറിയിട്ട് ഇടണം അതിലേക്ക്. ഒരു മുളകിനെ നെടുകെ കീറുക, എന്നിട്ട് നമ്മൾ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കും. മൊത്തത്തിൽ 10 മുളക് ഞാനിത് നെടുകെ കീറട്ടെ കേട്ടോ. പിന്നെ ചിലവർ ഇതിൽ ഇഞ്ചി ഇടും, അതുപോലെ തന്നെ കറിവേപ്പിലിടും. നമ്മളതൊന്നും ചെയ്യാറില്ല. നമ്മൾ വെറുതെ ഈ നാരങ്ങയും ഈ മുളകും, വെള്ളമുളകും, ഉപ്പും വിനീഗറും വെള്ളം മാത്രമേ ഒഴിക്കാറുള്ളൂ. അതുപോലെ തന്നെ ചിലവർ വെള്ളം ഒഴിക്കാറില്ല, പക്ഷെ നമ്മളൊക്കെ വെള്ളം ഒഴിക്കും. വിനീഗർ മാത്രമായി കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും അച്ചാറിന്. അപ്പോൾ അത് നമുക്ക് ശരിയാവില്ല. അതുകൊണ്ട് ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ എപ്പോഴും ഇടുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനീഗറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അളവ് ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു 50 ml ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ചേർക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അതായത് അതൊരു 1/2 ഗ്ലാസ് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ദിവസം മുമ്പ് തന്നെ നമ്മൾ ഈ അച്ചാർ ഇട്ട് വെക്കും. അതായത് ഓണത്തിന് 2 ആഴ്ച മുന്നൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ സമയമാകുമ്പോഴേക്കും കറക്റ്റ് പരുവായിട്ടുണ്ടാവും. നിങ്ങൾക്കിപ്പോൾ വെള്ളം ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. പക്ഷേ ഞാൻ ഇത്ര വെള്ളത്തിലാണ് ഇടാറ്. എനിക്കതിൻ്റെ ചാറ് കൂട്ടാനാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കും ആ ചാറൊക്കെ എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. ഞാനിതൊന്ന് രുചിച്ച് നോക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് ഞാൻ നോക്കട്ടെ ഒന്ന്. അല്പം കൂടി ഉപ്പ് വേണം. എരിവൊക്കെ കറക്റ്റായിട്ടുണ്ട്. പുളി അത്യാവശ്യം നന്നായിട്ടുണ്ട്. അത് മതി. ഇപ്പം കൂടെ ഒരു ഉപ്പ്
1/2 ടീസ്പൂൺ കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് വിനീഗർ, 1/2 ഗ്ലാസ് വെള്ളം, 10 വെള്ളമുളക്, 1 കരുനാരങ്ങ. ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ കണക്ക്. ഇത് 15 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാം. പിറ്റേ ദിവസം ഉപയോഗിക്കാനൊക്കെ പറ്റും, പക്ഷേ നിൽക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് അറിയുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വെള്ളമുളക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഏത് മുളകും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കുക. അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. കാരണം വിനീഗറും ഒക്കെ ഉള്ളതാണ്, കേടാവില്ല. ഇത് നന്നായി കഴുകി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒട്ടും പാടില്ല കുപ്പിയിൽ. നമ്മളിതിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ്, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. പക്ഷേ കുപ്പിയിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോകും കേട്ടോ. അതൊന്ന് സൂക്ഷിക്കുക. അപ്പോൾ ഈ കുപ്പിയിലോട്ട് നമുക്ക് അച്ചാർ ഇട്ട് വയ്ക്കാം. നിങ്ങൾക്ക് വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ വിനീഗർ മാത്രം ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിൽ മുങ്ങി കിടക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഇത് പിടിക്കുക. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. എൻ്റെ അമ്മയും ജാൻ്റെ അമ്മയൊക്കെ ഇതിൽ വെള്ളം ഒഴിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പല അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കേടായി പോകില്ലെന്ന്. പക്ഷേ ഇത്രയും വർഷങ്ങളായി നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ട് ഇതുവരെ അച്ചാർ കേടായിട്ട് ചരിത്രം ഉണ്ടായിട്ടില്ല. ഇറങ്ങി ഇട്ടിട്ടുണ്ട്. നന്നായി ടൈറ്റായിട്ട് അടച്ച് ഞാൻ പുറത്ത് തന്നെ അടുക്കളയുടെ ഉള്ളിലുള്ള കബോർഡിൽ വെക്കാൻ പോകണം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു 15 ദിവസം കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയില്ലേ, ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ നാരങ്ങയിലോട്ട് ഉപ്പും വിനീഗറും എരിവൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഉപയോഗിക്കാം. പിന്നെ ഞാനൊക്കെ ഇവിടെ നിന്ന് സാധാരണ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് ഒരു 6 മാസം വരെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേടാവാൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് അടച്ചു വെക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിന് അപ്പോൾ ഓണം ആവാറായി. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക. എല്ലാ കടയിലും അവൈലബിൾ ആണ്, ഈവൻ ലുലുവിലൊക്കെ ഉണ്ട്. ഓണത്തിൻ്റെ സീസൺ ആകുമ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും സാധാരണ രീതിയിൽ കാണാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. നാട്ടിലെന്തായാലും പറയുക, ഞങ്ങളുടെ നാട്ടിൽ ചെമ്പകം എന്ന് പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവുകളെന്നാണ് ചെമ്പകം, പ്രത്യേകിച്ചും വെള്ള ചെമ്പകം. എന്താ അതിൻ്റെ മണം എന്നറിയോ? എൻ്റെ വീട്ടിൽ ചോന്ന ചെമ്പകം എന്നറിയണ്ടായിരുന്നു. പക്ഷേ ആരോ പറഞ്ഞു എന്താ പറയുക, നമ്മുടെ കെട്ടിടത്തിനേക്കാളും മുകളിലായിട്ട് ചെമ്പകം മരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്തൊക്കെയോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ആരെയൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ വെട്ടിക്കളഞ്ഞു. പക്ഷെ ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്യുന്നു. ഇതിപ്പോൾ എൻ്റെ അലക്സിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചെമ്പകപ്പൂ കണ്ടപ്പോൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയിപ്പോയി ഞാൻ. എന്ത് രസമാണെന്നറിയോ? പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടേട്ടൻ പിള്ളേർക്കൊക്കെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ ചെമ്പകപ്പൂ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുമായിരുന്നു. ചെമ്പകപ്പൂ ഒളിഞ്ഞിരിക്കണം, ഞാൻ കണ്ടുപിടിച്ചുട്ടാ. ഞാൻ ഒരെണ്ണം പൊട്ടിക്കട്ടെ. കുറേ നാളായി ചെമ്പകപ്പൂവൊക്കെ മുടിയിട്ട് കൂടിയിട്ട്. ചെമ്പകപ്പൂവിന് ഞാൻ പൊട്ടിച്ചെടുത്തു. മണപ്പിച്ച് നോക്കട്ടെ. ആഹാ, എൻ്റെ ജീവിതം സഫലമായി.